ഹായ് കൂട്ടുകാരെ, ടൈംലെസ് ട്രാവൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. നമ്മളിപ്പോൾ പോകുന്നത് എരുമേലി വഴി പമ്പ നദിയൊക്കെ കടന്ന് അങ്ങനെ നമ്മൾ തേക്കടിക്ക് പോവുക. ആ വഴിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ രാവിലെ സമയത്ത് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകാൻ എന്തൊരു സുഖമാണെന്നോ. ഈ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, നല്ല വെയിലുണ്ട്, കാണാമല്ലോ. അപ്പോൾ നമ്മുടെ യാത്ര നിങ്ങൾ കാണൂ. ഇനിയും കുറേ കാഴ്ചകളുണ്ട്, അതൊക്കെ കാണാം. യാത്രയിലുടനീളം നമ്മൾക്ക് എന്തെങ്കിലും വന്യമൃഗങ്ങളെ കാണാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെയൊന്നും കണ്ടില്ല, പക്ഷേ എതിരെ കുറേ വാഹനങ്ങളൊക്കെ കടന്നു പോയി. ഒരു വേനൽക്കാല പകലാണ്, അതിൻ്റെ ഒരു അസ്കിതയുണ്ട്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എരുമേലിക്കാണ് കേട്ടോ. എരുമേലി എന്ന് പറഞ്ഞപ്പോൾ പമ്പാ നദി എത്തി. നമ്മൾ ഇവിടെ ഒന്ന് കാല് നനയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങോട്ടേക്കൊന്ന് ഇറങ്ങി നോക്കിയാലോ. പമ്പയിലേക്ക് ഇവിടെ ഒരാൾ കുളിക്കുന്നുണ്ട്, ഒരു വയസ്സായ ഒരാൾ. നമ്മൾ ഈ പമ്പ നദിയിലേക്ക് ഇറങ്ങുന്ന വഴി. എരുമേലിയിൽ വരുന്ന ഭക്തന്മാർക്ക് ഇറങ്ങി കുളിക്കാൻ ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷേ കണ്ടില്ലേ, വെള്ളം വറ്റിക്കിടക്കുകയാണ്. ഒരു തുണികൾ ഇട്ടിട്ട് പോയ ആ ഒരു സംഭവമാണ് ഇതൊക്കെ. കണ്ടില്ലേ, കാല് സ്വാമിമാരുടെ മാലയൊക്കെ കിടക്കുന്നുണ്ടോ. സ്വാമി ശരണം. പമ്പ നദി കടന്നു നമ്മൾ പിന്നെയും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കൂട്ടുകാരെ. ഈ വഴി എന്ന് പറയുന്നത് ഒരു നമ്മൾക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്താനാവാത്ത നമ്മുടെ വനങ്ങളെ കണ്ട് സന്തോഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. വനം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് കൃഷിയും ഉണ്ട് കേട്ടോ, മനുഷ്യരുടെ ആയിട്ടുള്ള കൃഷിയും ഉണ്ട്. പക്ഷേ അതിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ്, ഓരോരോ കാഴ്ചയും കണ്ട്. തേക്കടിക്കുള്ള യാത്രയിലാണ്. യാത്ര എത്ര നേരം എടുക്കുമെന്നൊന്നും എനിക്കറിയാൻ വയ്യ. എന്തായാലും നമ്മൾ പോവുക തന്നെ. യാത്രയിലുടനീളം നമുക്ക് കാണാം കുറേ വാഹനങ്ങൾ നമ്മളെ കടന്നു പോകുന്നുണ്ട്. അതായത് അവിടെ നിന്ന് വരുന്ന ആൾക്കാരുടെ ഒരു കൂട്ടം ആയിരിക്കാം. എന്തായാലും വേനൽക്കാലം അല്ലേ, ആൾക്കാർക്കൊക്കെ ഒന്ന് സന്തോഷിക്കാൻ